ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമുകളൊക്കെ യൂസ് ചെയ്യുന്ന ഡൈവേർട്ടർ സിസ്റ്റമാണ്. അതായത് ഹൈ ഫ്ലോ വരുന്നുണ്ട്, ലോ ഫ്ലോ വരുന്നുണ്ട്. ഇത് സെറ എന്ന കമ്പനിയുടെ ഹൈ ഫ്ലോ എന്ന് പറയുന്ന മോഡലാണ് വന്നിരിക്കുന്നത്. സെറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ അത്യാവശ്യം ഇന്ത്യയിൽ നല്ല ഹൈ ക്വാളിറ്റി വരുന്ന, അത്യാവശ്യം ജാഗറും സെറ അതുപോലെ തന്നെ ഹിൻഡിവെയർ അങ്ങനെയൊക്കെ റേഞ്ച് വരുന്ന ഡൈവേർട്ടർ സിസ്റ്റവും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ട്സുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് അതിൻ്റെ ഡൈവേർട്ടറാണ് വരുന്നത്. ഡൈവേർട്ടർ നമ്മൾ വരുന്നത് വെച്ചിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒറ്റ ലിവറിൽ തന്നെ, ഒരു ലിവറിൽ തന്നെ ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് ഷവർ അതുപോലെ തന്നെ സ്പൗട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വയ്ക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ലിവർ വരുന്നത്. അതിൻ്റെ മുകളിലെ ലിവർ എന്ന് പറയുന്നത് ഷവറിലേക്കുള്ള ലിവറാണ് വരുന്നത്. താഴത്തെ ലിവർ വരുന്നത് ചൂടുവെള്ളവും പച്ചവെള്ളവും നമുക്ക് സെപ്പറേറ്റ് എടുക്കാം, അതുപോലെ തന്നെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. 4 ഓപ്ഷൻസ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത് ആദ്യമേ തന്നെ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ മുകളിൽ കണ്ടോ SHR എന്നിട്ടുണ്ടെങ്കിൽ ഷവർ എന്ന് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. SHR എന്ന് ഇട്ടിട്ടുണ്ടാവും ഷവർ, SHW എന്നിട്ടുള്ള ഷവർ. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ, ഇതിൻ്റെ താഴെ വരുന്നത് SP സ്പൗട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. താഴേക്ക് വരുന്ന സ്പൗട്ട്. പിന്നെ ഹോട്ട് വാട്ടർ H എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഹോട്ട് വാട്ടറാണ് കണക്ട് ചെയ്യേണ്ടത്. തൊട്ടപ്പുറത്ത് C എന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് കോൾഡ് വാട്ടർ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ റൈറ്റ് സൈഡ് പച്ചവെള്ളവും ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളമാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്കാണ് ഡൈവേർട്ടർ പിടിക്കുന്നത്. ഡൈവേർട്ടർ പിടിക്കുമ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കണക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് നമ്മൾ ചൂടുവെള്ളം കണക്ട് ചെയ്യുന്നു, താഴേക്ക് നമുക്ക് സ്പൗട്ട്, മുകളിലേക്ക് ഷവർ. ഇതാണ് എൻ്റെ യഥാർത്ഥ രീതി. ഇനി ഡൈവേർട്ടർ ഉറപ്പിക്കുന്നതിന് സെറയുടെ ഡൈവേർട്ടർ ഉറപ്പിക്കുന്നതും ജാഗ്വാറിൻ്റെ ഡൈവേർട്ടർ ഉറപ്പിക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആദ്യമേ തന്നെ കണ്ടോ, ഈ ലെവൽ കണ്ടോ, ഈ ലെവലാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ആ സ്റ്റീൽ ടോപ്പ് വരുന്നത്, അതാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ. അതിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ വരുന്നത്, അതായത് നമ്മൾ ടൈൽ ഒട്ടിച്ചതിന് ശേഷം ആ ലെവലിൽ വന്ന് കറക്റ്റായിട്ട് നിൽക്കണം. അതിന് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേറ്റ് ഇടുന്ന സമയത്ത്, ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റ് ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് ടൈലിൻ്റെ ആ സർഫസിൽ ചേരാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്റ്റീലിൻ്റെ ഏറ്റടിയിൽ കാണുന്ന ആ ലെയർ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉറപ്പിക്കണം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ എങ്ങനെ ലെവൽ ഉറപ്പിക്കാമെന്ന്. നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെറയുടെ ഡൈവേർട്ടർ ഉറപ്പിക്കുന്ന പോലെയല്ല ജാഗ്വാറിൻ്റെ ഉറപ്പിക്കുന്നത്. ജാഗ്വാർ വ്യത്യാസം കൊണ്ട് ഉറപ്പിക്കുന്ന രീതി എല്ലാത്തിനും അതിന് മിനിമം മാക്സിമം ടൈൽ സർഫസ് സാധാരണ മാർക്ക് ചെയ്യാറുണ്ട്. ഇതിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലോ ലോ ഫ്ലോ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം വരുന്ന ഡൈവേർട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് അതായത് നമ്മുടെ ഡൈവേർട്ടർ വയ്ക്കുന്ന സിസ്റ്റത്തിൽ നിന്നും 12 അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും ഫോഴ്സ് നമുക്ക് കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ വരുന്ന ഡൈവേർട്ടറുകൾ നമുക്ക് അത്രയും ആവശ്യമില്ല. മിനിമം ഏകദേശം ഒരു 7 അടി 8 അടി ഉണ്ടെങ്കിൽ നല്ല ഹൈ പ്രഷർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ MRP കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന രീതിയിൽ മിക്സഡ് ടാപ്പിൻ്റെ റേറ്റും വെച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ലെവറിൽ തന്നെ, അതായത് ബാത്റൂമിൽ ഓവറായിട്ട് ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡൈവേർട്ടർ സിസ്റ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.